കേരളത്തിൽ ഇപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും, അതായത് ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ഒരേപോലെ തന്നെ ഉള്ള ഗ്രീവിയൻസ് എന്താണ്? ആ ഗ്രീവിയൻസ് സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പിണറായിയുടെ ഗവൺമെൻറ് ആയാലും അതേപോലെ ഇപ്പോൾ UDF ഗവൺമെൻറ് ആയാലും ഭരിക്കുന്നത് സംഘടിത മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നാണ് രണ്ടു കൂട്ടർക്കും ഒരേപോലെ പരാതിയാണ്. ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് JB കോശി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പിണറായിയുടെ കാലത്താണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ 22 ജീവനക്കാരിൽ 22 പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ്. ഫീൽഡ് പ്രൊമോട്ടർമാരായിട്ട് ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ ഫീൽഡ് പ്രൊമോട്ടർമാരായി നിശ്ചയിക്കപ്പെട്ട ആളുകൾ, അതിൽ മലപ്പുറം ജില്ലയിൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് മനസ്സിലാക്കാം, തിരുവനന്തപുരത്തും എറണാകുളത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും അടക്കം ഫീൽഡ് പ്രൊമോട്ടർമാരായി നിശ്ചയിക്കപ്പെട്ട ആളുകൾ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ ഈ സർക്കാർ എടുക്കുന്ന ഓരോ നടപടികളും ആരെ തൃപ്തിപ്പെടുത്താനാണ്, ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്, ആർക്ക് വേണ്ടിയാണ് കേരളത്തിൽ ഈ ഭരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനോ ഹിന്ദു സമൂഹത്തിനോ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ UDF വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫിഷറീസ് വകുപ്പ് എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം പിടിച്ചു വാങ്ങിയത്? എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിലെ ഒരാളെ ഫിഷറീസ് വകുപ്പ് കൊടുക്കാത്തത്? ഒന്നുകിൽ ക്രൈസ്തവർക്ക്, ഒന്നുകിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർക്ക്.